വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ ദിവസങ്ങൾ കൂടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഹലമോളെ ഹായ് പറഞ്ഞേ. ഹലമോടെ പൂച്ചക്കുഞ്ഞിനെ കാണിച്ചല്ലേ? അയ്യോ കണ്ടോ കരയുന്നുണ്ടോ പൂച്ചക്കുഞ്ഞിരുന്ന്? അപ്പം ഞങ്ങള് ഇന്ന് ഹേവലൂട്ടിന്റെ വാക്സിനേഷനാണ്. ഹേവലൂട്ടിന്റെ വാക്സിനേഷന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് അവിടെ ഇൻസൈഡ് വാക്സിനേഷൻ എടുക്കുന്നൊന്നും കാണിക്കാനായിട്ട് അലൗഡ് അല്ല. അപ്പം ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതിനുശേഷം നമ്മൾ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. ഇന്ന് പുറത്ത് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിച്ചു. ഈവനിങ് ഡ്യൂട്ടിയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഹേവലൂട്ട് നിന്ന് കുത്തു കിട്ടും, കരയും. നമുക്കറിയില്ല, നമുക്ക് കുറേ ദിവസം കൊണ്ട് എല്ലാവർക്കും വയ്യായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും സിക്കായിരുന്നു. കുറേ ദിവസം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയും എന്താ പറയുക, ഇവിടുത്തെ വൈറൽ പനിയായിരുന്നു എല്ലാവർക്കും. ഹേവലൂട്ടിനും ഉണ്ടായിരുന്നു. അപ്പോൾ വാക്സിനേഷൻ കിട്ടുമോ ഇല്ല എന്നുള്ളതായിരുന്നു നമുക്ക് അറിയില്ല. ചെന്ന് ഡോക്ടർ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയുള്ളൂ. അവന് റണ്ണിങ് നോസും ചെസ്റ്റ് കൺജഷനും ഒക്കെ ഉണ്ട്. പക്ഷെ പനിക്കുന്നില്ല. അപ്പോൾ നമുക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നാണ് നമ്മുടെ അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ആയിരിക്കുന്നത്. അപ്പം എങ്ങാനും വാക്സിനേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കവർ റീഷെഡ്യൂൾ ചെയ്ത് തരും. അപ്പം എന്തായാലും പോയി നോക്കാം. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം കേട്ടോ. അങ്ങനെ ഇതാ ഹലമോൾ ഇവിടുന്ന് പൂച്ചക്കുഞ്ഞിനെയൊക്കെ കൊണ്ട് കളിക്കുക അല്ലേ ഹലമോളെ? പൂച്ചക്കുഞ്ഞിനെ കാണിച്ചു കൊടുത്ത എല്ലാവർക്കും. പിന്നെ അത് നടക്കും, അത് കരയും അല്ലേ? അപ്പോൾ എവിടെ പോയാലും ഈ പൂച്ചക്കുഞ്ഞിനെ കൊണ്ടാണ് പോകുന്നത്. കാരണം പൂച്ചക്കുഞ്ഞിനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് റിയൽ പൂച്ചക്കുഞ്ഞിനെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്തത് നമ്മൾ അവർക്കൊരു ബാറ്ററിയിലോടുന്ന പൂച്ചക്കുഞ്ഞിനെ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നടക്കുകയും ഒക്കെ ചെയ്യുന്നത്. അയച്ചു വിടുന്ന വണ്ടി ഓടിക്കുന്നു. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ എത്താറായി. ഇനിയിപ്പോൾ നമുക്ക് വാക്സിനേഷൻ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ചെന്നൈ ക്ലാസിക്കിലെത്തി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി. അങ്ങനെ ഹേവലൂട്ടിനെ സക്സസ്ഫുള്ളി വാക്സിനേഷൻ കഴിഞ്ഞു. ഇനി ഏപ്രിൽ മന്തിൽ ഒരു സ്ക്രീനിങ്ങും കൂടി ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇനി ജൂലൈയിൽ 1 ഇയർ ആയി കഴിയുമ്പോൾ അടുത്ത വാക്സിനേഷനുള്ളൂ. ഞാൻ ശരിക്കും പേടിച്ചായിരുന്നു. അവർ ചെറിയ ചുമയൊക്കെ ഉണ്ട്, എന്നാലും അവർ പറഞ്ഞു കുഴപ്പമില്ല, ചെസ്റ്റൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ വാക്സിനേഷൻ കിട്ടി. അങ്ങനെ 6 മന്ത്സിൻ്റെ വാക്സിനേഷൻ കിട്ടി. പക്ഷെ അവൻ്റെ എന്താ പറയുന്നത്, വിഷൻ ചെറിയ പ്രോബ്ലം അവർ പറയുന്നുണ്ട്. അപ്പം അതെന്താണെന്നുള്ളതൊന്ന് റെക്ടിഫൈ ചെയ്യണം. ലിറ്റിൽ വറീഡ് ആക്ച്വലി. അങ്ങനെ ഇച്ചുവും ഹെലമോളും കൂടെ പൂരി കഴിക്കാൻ വേണ്ടിയിട്ട് കടയിലോട്ട് കയറി പോകുന്ന കാണുന്നത്. ഇങ്ങനെ എത്തി. അങ്ങനെ ഞങ്ങൾ ചെന്നൈ ക്ലാസിക്കിനകത്തെത്തി. ഞങ്ങൾ ഒരു സെറ്റ് പൂരിയും ഒരു മസാല ദോശയും പറഞ്ഞു. അപ്പോൾ ഇനി ഞാനത് വന്നിട്ട് കാണിക്കാം. ഹെലമോടെ കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് തരട്ടെ കേട്ടോ. ഇത് അടിപൊളി ഷോപ്പാട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഞാൻ കാണിക്കാവേ. നല്ല ചൂടായിട്ടുള്ള സാധനങ്ങൾ കിട്ടും. അടിപൊളിയാണ്. ഇപ്പോൾ ഓൾറെഡി സമയം ഇവിടെ 9:20. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഇപ്പോൾ ഇതാണ്. കാരണം നമ്മൾ വീട്ടിലൊന്നും അങ്ങനെ ഒരു ഫിൽറ്റർ കോഫി, ഞാൻ നിങ്ങൾക്ക് ഫിൽറ്റർ കോഫി കാണിച്ചു തരാം. ഇവിടുത്തെ ഫിൽറ്റർ കോഫി ഭയങ്കര ഫേമസ് ആണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കസിൻസൊക്കെ വരുമ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഫിൽറ്റർ കോഫി വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് ഇനി ഫിൽറ്റർ കോഫിയും ഫുഡും വന്നിട്ട് കാണാവേ. ഇതുണ്ടോ ഹെലമോളുടെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ്. അവൾ ഏത് ഷോപ്പിൽ പോയാലും ആദ്യം വാങ്ങി കഴിക്കുന്ന ഒരു സാധനമാണിത്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഇതുപോലെ കഴിക്കായിരുന്നു. അതിൻ്റെ ആ സെയിം അവക്കും കിട്ടിയിട്ടുണ്ട്, ഡിറ്റോ. ഹായ് വാ. ഹേവലൂട്ടിനെ ചെറുതായിട്ട് പനിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചൂടൊക്കെ വന്നു തുടങ്ങി. ഹേവലൂട്ടിന് ഇത്തിരി ഇറിറ്റേറ്റഡ് ആണ്. കാരണം കാലിനൊക്കെ നല്ല വേദന ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ നമ്മൾ പാരസെറ്റമോൾ കൊടുക്കണം. എവറി 6 hours പാരസെറ്റമോൾ കൊടുക്കണം. പിന്നെ എന്ത് ചെയ്യണം, ഐസ് ക്യൂബ് വെക്കണം അല്ലേ കാലിൽ. ഹേബിൾ കരഞ്ഞു. 2 ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു ഹേബിളിന്. 2 കാലിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഹേബിൾ കരഞ്ഞു. കേട്ടായിരുന്നോ ഹേബിളിൻ്റെ ശബ്ദം? കേട്ടായിരുന്നോ? ഹെലമോൾ കേട്ടായിരുന്നു ഒന്ന് ഹേബിൾ കൂട്ടം കരയുന്നത് അല്ലേ? ഹെലമോൾ എന്താ കഴിക്കുന്നേ? പൂരി കഴിക്കുമോ? അങ്ങനെ പൂരി വന്ന് നല്ല ചൂട് പൂരി കേട്ടോ. അടിപൊളി പൂരി. സൂപ്പറാണ് നമ്മളെ, സൂപ്പർ പൂരി അല്ലേ? കഴിച്ചോക്കാം. അങ്ങനെ പൂരി എത്തി. ഇതാണ് ഞങ്ങളുടെ പൂരി. അടിപൊളി പൂരിയാണ് കേട്ടോ. ഈ പൂരി ഇങ്ങനെ ഇതിനകത്ത് മുക്കിയിട്ട് ഈ ചമ്മന്തി മുക്കിയിട്ട്
തുള്ളിയുള്ളി വെക്കണോ? ഇതാണ് ഇവിടുത്തെ ഫിൽട്ടർ കോഫി. സൂപ്പർ കോഫിയാണ്. ഈ ഗ്ലാസ്സിൽ നിന്ന് എടുത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കും. എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഗ്ലാസ്സിലേക്ക് വെച്ചിട്ട് കുടിക്കും. പക്ഷേ ഇതിൽ തൊടാൻ പോലും പറ്റില്ല, കാരണം ഭയങ്കര ചൂടാണ്. കുറച്ച് കഴിഞ്ഞിട്ട് തൊടാൻ പറ്റുള്ളൂ. അടിപൊളി ഫിൽട്ടർ കോഫിയാണ്. അങ്ങനെ മസാല ദോശ എത്തി. ഇതാണ് മസാല ദോശ. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളി മസാല ദോശയാണ് കേട്ടോ. നല്ല നിറച്ചും ഇത് സ്റ്റഫ് ചെയ്തിട്ടുണ്ട്, വെജിറ്റബിൾസ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലൊരു സാമ്പാർ, കോക്കനട്ട് ചട്നി, പുതിന ചട്നി, പിന്നെ ഇതെന്താ നോക്കട്ടെ, ടൊമാറ്റോ ചട്നി. അങ്ങനെ നല്ല ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ കഴിക്കേണ്ടതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ എടുക്കുക, സാമ്പാർ മുക്കുക. എന്നിട്ട് സാമ്പാർ മാത്രം കൂട്ടാതെ കഴിച്ച് വെക്കാമേ. സൂപ്പർ. ഫാമിലിട്ടിനാണോ? ഫാമിലിട്ടിന് ഓൾറെഡി പനി തുടങ്ങിയിട്ട് പാവം. നമുക്ക് പാരസെറ്റമോൾ കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഒരു പൂരി സെറ്റ് വാങ്ങിച്ചു, ഒരു മസാല ദോശ വാങ്ങിച്ചു, ഫിൽട്ടർ കോഫി വാങ്ങിച്ചു. അങ്ങനെ ഹെലമോള് ഇത്തിരി പൂരി കഴിച്ചു, കാരണം ആക്ച്വലി അവളുടെ പനി കഴിഞ്ഞ പിന്നെ ഫുഡൊന്നും അങ്ങനെ കാര്യമായിട്ട് കഴിക്കുന്നില്ല. ബട്ട് ഒരു ഇച്ചിരി പൂരി കഴിച്ചു, കാരണം ഞങ്ങൾക്ക് അത് തന്നെ വളരെ കൂടുതലാണ്. സോ ഞങ്ങളുടെ ഈ വ്ളോഗ് ഇവിടെ തീരും. കാരണം ഹേവലൂട്ടൻ ഓൾറെഡി ഞങ്ങൾ നമ്മൾ അഡോൾ വാങ്ങിച്ചു. അഡോൾ ഓൾറെഡി ഒരു ഡോസ് കൊടുത്തു, കാരണം അവന് നല്ലപോലെ പനി സ്റ്റാർട്ട് ചെയ്തു. ഒട്ടും വയ്യ. അങ്ങനെ ഹീഡൻകുട്ടൻ പരീക്ഷയ്ക്ക് സ്കൂളിൽ പോയിരിക്കുകയാണ്. അവന് എക്സാംസാണ്. ഞങ്ങളുടെ ഈ വ്ളോഗ് ഇവിടെ തീരുക. കാരണം ഇനി ഞങ്ങൾക്ക് ഒത്തിരി നേരം ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കാൻ പറ്റില്ല, കാരണം ഹേവലൂട്ടൻ ഓൾറെഡി ഇറിറ്റേറ്റഡാണ്. ഇച്ചു ഹേവലൂട്ടനെ കൊണ്ട് പുറത്തോട്ട് നടക്കുക. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പോവുക. വേറെ പരിപാടിയൊന്നുമില്ല, കാരണം കൊച്ചിനെ കൊണ്ട് നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല, അവന് ഒട്ടും വയ്യ. അപ്പം ഇനിയിപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ and subscribe. Bye bye, take care, love you all. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ.